ഇടുക്കിയിൽ നാളെ LDF ഹർത്താൽ. ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് നാളെ LDF രാജ്ഭവൻ മാർച്ച് നടത്തുന്ന സാഹചര്യത്തിൽ ഗവർണർ നാളെ ഇടുക്കിയിലേക്ക് എത്തുന്നതിൽ പ്രതിഷേധിച്ചുകൂടിയാണ് LDF ഹർത്താൽ ആചരിക്കുന്നത്. അതേസമയം ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുക സർക്കാരിനാണെന്നും ഗവർണർക്ക് കഴിയില്ലെന്നും LDF കൺവീനർ EP ജയരാജനും കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ പിന്തുണയോടെ നിയമസഭ പാസാക്കിയ ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച LDF നേരത്തെ തന്നെ രാജ്ഭവൻ മാർച്ച് തീരുമാനിച്ചിരുന്നു. അതേസമയം നാളെ മാർച്ച് നടത്തുന്ന അതേ സമയത്ത് ഗവർണർ ഇടുക്കിയിൽ വ്യാപാരികളുടെ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തുന്നതാണ് ഇടതുപക്ഷത്തെ ചൊടിപ്പിച്ചത്. ഇതിനെതിരെയാണ് LDF ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാരിനാണ് കഴിയുക, ഗവർണർക്ക് കഴിയില്ലെന്നും LDF കൺവീനർ EP ജയരാജനും കുറ്റപ്പെടുത്തി. കൃഷിക്കാരുടെയും ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ ഗവർണർക്കല്ല സാധിക്കുക, അതൊരു തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾക്കാണ്. ഒരു തരത്തിലുള്ള വിയോജിപ്പ് ആർക്കുമില്ലാത്ത നിലയിൽ പാസ്സാക്കിയിട്ടുള്ള നിയമം എന്തിനാണ് ഇങ്ങനെ തടഞ്ഞു വെക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾ കൃഷിക്കാരെ രക്ഷിക്കണം എന്നുള്ളതാണ് ആ ജനതയുടെ ആവശ്യം. അതേസമയം ഹർത്താൽ സമാധാനപരമായിരിക്കുമെന്ന് LDF ഇടുക്കി ജില്ലാ കൺവീനർ KK ശിവരാമൻ പറഞ്ഞു. ഹർത്താലിനെയും രാജ്ഭവൻ മാർച്ചിനെയും വിമർശിക്കുന്ന ഇടുക്കി MP ഡീൻ കുര്യാക്കോസിനെയും ശിവരാമൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ഇവിടെ ഡീൻ കുര്യാക്കോസും BJPയും തമ്മിലൊരു ഐക്യം രൂപപ്പെട്ടിട്ടുണ്ട്. രണ്ടുപേരും കൂടി ഇപ്പം സംരക്ഷണം കൊടുക്കാൻ പോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രവർത്തകനും ഗവർണറെ തടയാൻ പോകത്തില്ല. അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല. ഹർത്താൽ 100% സമാധാനപരമായിരിക്കും. എന്നാൽ LDF കൺവീനർ ഹർത്താൽ സമാധാനപരമാണെന്ന് വ്യക്തമാക്കുമ്പോഴും ഗവർണർ ഇടുക്കിയിലേക്ക് എത്തിയാൽ ശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് CPIM ജില്ലാ നേതൃത്വം നൽകുന്നത്. റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.